ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ജൂൺ മാസം 28-ാം തീയതി ഇന്ന് തിരുഹൃദയ തിരുനാൾ ദിനമാണ്. എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൻ്റെ തിരുഹൃദയ തിരുനാൾ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. കർത്താവിൻ്റെ തിരുഹൃദയ തിരുനാൾ ദിനത്തിൽ എൻ്റെയും നിങ്ങളുടെയും ചിന്തയ്ക്ക് വേണ്ടി ആ തിരുഹൃദയത്തെ അല്പം കൂടി സ്നേഹിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കാൻ തിരുവചനങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. സർവശക്തനായ ദൈവം അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ. തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ പോയി നാം കൈകൾ കുട്ടിപ്പിടിച്ച് ആ തിരുഹൃദയത്തിലേക്ക് ഉറ്റുനോക്കി പറയും, ഈശോയുടെ ഏറ്റവും പരിശുദ്ധ ഹൃദയമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നെന്ന്. ഒരുപക്ഷെ ചെറുപ്പം മുതൽ കേട്ടിട്ടുള്ള സുഹൃത ജപമാണ്, ഈശോയുടെ ഏറ്റവും പരിശുദ്ധ ഹൃദയമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നെന്ന്. ഒരു മനുഷ്യാത്മാവിൻ്റെ ആഗ്രഹത്തിൽ നിന്ന് മനുഷ്യാത്മാവ് ദൈവത്തോട് പറഞ്ഞു, എൻ്റെ ഈശോയുടെ തിരുഹൃദയമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നെന്ന്. എത്രത്തോളം ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റിയെന്ന് ചിന്തിച്ചാൽ എങ്ങുമെങ്ങും ആവില്ല എന്ന് നമുക്കറിയാം. തുറക്കപ്പെട്ട ഹൃദയത്തിന് മുമ്പിലേക്ക് നോക്കി നിൽക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ മറ്റൊരു ചിന്തയുണ്ടാവട്ടെ, ഈ ഹൃദയം എന്നെ എത്രത്തോളം സ്നേഹിച്ചുവെന്ന്. ഈ ഹൃദയം എന്നെ സ്നേഹിച്ചത് എത്രയോ അധികമാണെന്ന് ചിന്തിച്ചാൽ, എന്നെ അധികമായി സ്നേഹിച്ച ഈശോയുടെ തിരുഹൃദയമേ, നിന്നെ അധികമധികം സ്നേഹിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഇന്നേ ദിനത്തിൽ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്ന പകരമായി എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഈശോയുടെ ഏറ്റവും പരിശുദ്ധ ഹൃദയമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയോടെ തിരുഹൃദയത്തിൻ്റെ ചില ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. 1856 മുതലാണ് തിരുഹൃദയ ഭക്തി നിലവിലേക്ക് വരിക. അന്ന് മുതലേ തിരുഹൃദയ ഭക്തിയുണ്ട്. കത്തോലിക്ക വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തികളിലൊന്നാണ് തിരുഹൃദയ ഭക്തി. എല്ലാ കുടുംബങ്ങളിലുമുണ്ട് ഒരു തിരുഹൃദയ രൂപം. കൊച്ചുകുഞ്ഞിനെ നോക്കി അമ്മമാർ കരങ്ങളിലെടുത്തിട്ട് കൊച്ചുകുഞ്ഞിനെ എടുത്തു പിടിച്ചിട്ട് തിരുഹൃദയ രൂപത്തിലേക്ക് നോക്കി പറയും, അത് ഈശോ, അത് ഈശോയുടെ ഹൃദയം. ഒരു കൊച്ചുകുഞ്ഞിനും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഈശോയുടെ ഹൃദയത്തിൻ്റെ രൂപത്തെ. ആ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ രൂപത്തെക്കുറിച്ച്, അവനെക്കുറിച്ച്, ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് ഞാനും നിങ്ങളും ധ്യാനിക്കുമ്പോൾ, ഈശോയുടെ തിരുഹൃദയം എന്നെ ഒത്തിരി സ്നേഹിച്ചെങ്കിൽ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് തിരുഹൃദയ പ്രേക്ഷിത എന്നും തിരുഹൃദയ ദാസി എന്നും അറിയപ്പെടുന്ന വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് ഈശോയുടെ പരിശുദ്ധ ഹൃദയം തുറന്നു വെച്ച് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു കൊടുത്തതാണ് തിരുഹൃദയത്തിൻ്റെ അനേകം സവിശേഷതകളെക്കുറിച്ച്. ആ സവിശേഷതകൾ തിരിച്ചറിഞ്ഞ് സ്വന്തമാക്കി വെളിപാടുകൾ സ്വീകരിച്ച വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക് പരിശുദ്ധ പിതാവുമായി സംസാരിച്ച് തിരുഹൃദയ ഭക്തി നിലവിൽ വരാൻ ഇടയാക്കിയെന്നും നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഈ തിരുഹൃദയ രൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ ഒന്നാമതായി നാം ചിന്തിക്കണം, ഈ തിരുഹൃദയം എനിക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഹൃദയമാണ്. എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ഹൃദയമാണ്. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഹൃദയമാണ്. തിരുഹൃദയത്തിലേക്ക് കൈകൾ കുട്ടിപ്പിടിച്ച് ഉറ്റുനോക്കുമ്പോൾ കാത്തിരിക്കുന്ന ഒരു ഹൃദയത്തിലേക്ക് എൻ്റെ ഹൃദയം ഒന്ന് ചേർത്ത് വയ്ക്കാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കണം. ഈ കാത്തിരിക്കുന്ന ഹൃദയത്തെ നമ്മൾ കാണും യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 6-7 വചനങ്ങളിൽ. യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറിൻ്റെ കരയിൽ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. ആ സമയം ഒരു സമരിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ക്ഷീണിച്ച അവശനായി കിണറിൻ്റെ കരയിൽ സമരിയാക്കാരി സ്ത്രീയെ തേടി കാത്തിരിക്കുന്ന ഒരു ഹൃദയമുണ്ട്. ശരീരത്തിൻ്റെ ക്ഷീണത്തിന് പുറത്ത് ഒരുക്കി വെച്ചിരിക്കുക പാപത്തിൽ വീണുപോയ തൻ്റെ മകളെ സ്നേഹത്തിലേക്കും സ്വർഗത്തിലേക്കും ആനയിക്കാൻ കാത്തിരിക്കുന്ന ഒരു ഹൃദയം. എൻ്റെ ഈശോയുടെ തിരുഹൃദയമേ, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിൻ്റെ മുമ്പിൽ ഞാനിതാ ക്ഷമയോടെ വന്നിരിക്കുന്നെന്ന് നമുക്ക് പറയാം. ഒന്നാമതായി ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ തിരുഹൃദയ തിരുനാൾ ദിവസം 1 മിനിറ്റ് ഒന്ന് കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ എല്ലാ മക്കളെയും സ്വർഗം ഇന്നേ ദിവസം ക്ഷണിക്കുന്നുണ്ട്.
ഇനി ഈ തിരുഹൃദയം ഈ ഭൂമിയിലേക്ക് സ്വർഗം ദാനമായി നൽകിയ അമൂല്യ സമ്പത്ത്. ഈശോ പിതാവിനാൽ ലോകത്തിലേക്ക് അയക്കപ്പെട്ട രക്ഷകനെങ്കിൽ ഈശോയുടെ തിരുഹൃദയം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരു ദിവസമുണ്ട്. അതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം. 1-ാമത്തെ അധ്യായത്തിൽ നാം കാണും പരിശുദ്ധ അമ്മയുടെ അടുക്കൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് മംഗളവാർത്ത അറിയിക്കാൻ ഗബ്രിയേൽ ദൂതൻ വന്നു നിൽക്കുമ്പോൾ അമ്മയോട് ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ അമ്മ കർത്താവിൻ്റെ ദൂതനോട് പറയും, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. കന്യകയായ പെൺകുട്ടിയുടെ അടുക്കലേക്ക് ഗബ്രിയേൽ ദൂതൻ വന്ന് സന്ദേശം അറിയിക്കുമ്പോൾ യേശു പറഞ്ഞ് ഇതാ എന്ന് പറഞ്ഞപ്പോൾ ആ സമയം സ്വർഗത്തിൽ നിന്ന് പിതാവിൻ്റെ അടുക്കൽ നിന്ന് ഈശോയുടെ പരിശുദ്ധ ഹൃദയം യേശു തന്നെയായ അവിടുന്ന് മറിയത്തിൻ്റെ ഉദരത്തിൽ വന്ന് ഉത്ഭവിച്ചു എന്ന് നമുക്കറിയാം. ഈശോയുടെ ഹൃദയം മാതാവിൻ്റെ ഉദരത്തിലേക്ക് ഈശോ വന്ന് ജന്മമെടുത്തപ്പോൾ ഈശോയുടെ ഹൃദയം മാതാവിൻ്റെ ഹൃദയത്തോട് ചേർന്നിരുന്നു. ഈശോയുടെ ഹൃദയം മാതാവിൻ്റെ ഹൃദയത്തോട് ചേർന്നിരുന്നപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു? തിരുഹൃദയത്തെ സ്വീകരിക്കുന്ന ജീവിതങ്ങൾക്ക് പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് വചനം നമ്മളെ പഠിപ്പിച്ചു വയ്ക്കുന്നതാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ വചനങ്ങളിൽ. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്ത് ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ ഹൃദയം തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച തിരുഹൃദയത്തെ സ്വീകരിച്ച മറിയം ഇരിക്കാൻ തയ്യാറാകാതെ നന്മ ചെയ്യാൻ ഓടുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയാണ്. നന്മ ചെയ്യാൻ ഓടുക, തിരുഹൃദയത്തെ സ്നേഹിച്ച് തിരുഹൃദയത്തെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതങ്ങളോട് ഈ വചനം വായിക്കുമ്പോൾ സ്വർഗം ഇന്നേ ദിവസം മറ്റൊരു കാര്യം ആവശ്യപ്പെടുകയാണ്. നന്മ ചെയ്യാൻ ഇന്ന് നീ ഓടേണ്ടിയിരിക്കുന്നു. നീ ഓടണം. തിരുഹൃദയത്തെ സ്നേഹിക്കുന്നവർക്ക് തിരുഹൃദയത്തിൻ്റെ നന്മയുടെ സവിശേഷതകൾ പങ്കുവയ്ക്കാൻ ഓടണം. ഇരിക്കാനാവില്ല. അലസതയുള്ള ജീവിതങ്ങളോട് ഇന്ന് തിരുഹൃദയം ആവശ്യപ്പെടുകയാണ്. അലസത വെടിഞ്ഞ് എന്നെ സ്വീകരിച്ച് നീ നന്മ ചെയ്യാൻ ഇറങ്ങി ഓടേണ്ടിയിരിക്കുന്നുവെന്ന്. ഇതാണ് തിരുഹൃദയം വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യം പരിശുദ്ധ അമ്മയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ സംഭവിച്ച ഒരു മഹാരഹസ്യമെങ്കിൽ, രണ്ടാമതായി ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് ഈശോ തന്നെ നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു വലിയ സത്യമുണ്ട്. ഈശോ തൻ്റെ തിരുഹൃദയത്തെക്കുറിച്ച് പരസ്യമായി ദൈവജനത്തോട് പറയുന്നത് ഇപ്രകാരമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാമത്തെ വചനം. തന്നെക്കുറിച്ച് ഈശോ സാക്ഷ്യപ്പെടുത്തുകയാണ്. തൻ്റെ ഹൃദയം എങ്ങനെയുള്ള ഹൃദയമെന്ന് ഈശോ സാക്ഷ്യപ്പെടുത്തുകയാണ്. 29-ാം വചനം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ നിങ്ങൾ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. തൻ്റെ ഹൃദയത്തെ എടുത്തു വെച്ചിട്ട് ഈശോ പറയുകയാണ്, ഇത് എൻ്റെ ഹൃദയം ശാന്തതയുള്ള ഹൃദയമാണ്, വിനീതമായ ഹൃദയമാണ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് ഓടിവാ, ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കും. ഈശോയുടെ ഹൃദയത്തെ സ്നേഹിക്കുമ്പോൾ ഈശോ പറയുക, എൻ്റെ ഹൃദയം ശാന്തതയുള്ളതുപോലെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഹൃദയം ശാന്തതയിലേക്ക് വരേണ്ടിയിരിക്കുന്നു. പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുള്ള മക്കളാണ് നീയെങ്കിൽ ഇന്നേ ദിവസം തിരുഹൃദയത്തെ സ്നേഹിക്കുമ്പോൾ ശാന്തത എന്ന പുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോ തൻ്റെ ഹൃദയത്തെക്കുറിച്ച് വിശുദ്ധത്തിൽ ഒറ്റത്തവണയെ പറഞ്ഞിട്ടുള്ളൂ, എൻ്റെ ഹൃദയം ശാന്തതയുള്ള ഹൃദയമാണ്, വിനീതമായ ഹൃദയമാണ്, അഹങ്കരിക്കുന്ന ഹൃദയമല്ല, അഹങ്കാരമില്ലാത്ത ഹൃദയം, എളിമയുള്ള ഹൃദയം. ഈശോയെ, നിൻ്റെ തിരുഹൃദയ തിരുനാൾ ദിവസം എനിക്കും ശാന്തതയുള്ള ഒരു ഹൃദയം തരണം ഈശോയെ, വിനീതമായ ഒരു ഹൃദയം എനിക്ക് തരണം കർത്താവേ, എളിമപ്പെടാൻ എന്നെ പഠിപ്പിക്കണം കർത്താവേ. ഇതാണ് ഈശോ തൻ്റെ ഹൃദയത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം. ഇനി ഈ ഹൃദയത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നാം കാണുക. മൂന്നാമത്തെ പ്രത്യേകതയായി നാം കാണും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം 26 മുതലുള്ള വചനങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26 മുതലുള്ള വചനങ്ങളിൽ പുതിയ ഉടമ്പടിയാണ് നമ്മൾ വായിച്ചു കൂട്ടുക. നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ കാണും, ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതാണ്. അത് ഈശോയുടെ ഹൃദയം നമുക്ക് ഈശോ തുറന്നു തന്നതാണ്. പങ്കുവയ്ക്കൽ നടത്തുന്ന ഒരു ഹൃദയത്തിൻ്റെ പ്രത്യേകതയാണ് നാം ഇവിടെ കാണുക. ഇവിടെ നാം കാണും, അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും
ഇതിൽ നിന്ന് പാനം ചെയ്യുവൻ. ഇത് പാപമോചനത്തിനുള്ള വേണ്ടി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയതുമായ എൻ്റെ രക്തമാണ്. പ്രിയപ്പെട്ടവരെ, സഹിയോൻ മാളികയിൽ പെസഹ തിരുനാൾ ദിവസം അപ്പമെടുത്ത് മുറിക്കുമ്പോൾ ഈശോ തൻ്റെ ഹൃദയം പങ്കുവെച്ച് തരികയായിരുന്നു. പങ്കുവെക്കലിൻ്റെ ചൈതന്യമുള്ളൊരു തിരുഹൃദയത്തെ നാം ഇന്ന് ചിന്തിക്കണം, നാം ധ്യാനിക്കണം. വിശുദ്ധ കുർബാനയിൽ എവിടെയൊക്കെ വിശുദ്ധ കുർബാന അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം മാംസമായി മാറിയ തിരുവോസ്തി പരിശോധിക്കുമ്പോൾ ഒരു മഹാരഹസ്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടും. ആ തിരുവോസ്തിയെല്ലാം ഒരു മനുഷ്യൻ്റെ ഹൃദയപേശികളാണ് എന്ന്. അങ്ങനെയെങ്കിൽ തിരുഹൃദയ തിരുനാൾ ദിവസം ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ഞാനും നിങ്ങളും ആഘോഷിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഓടിപ്പോയി ഒരു വിശുദ്ധ കുർബാന സ്വീകരിച്ച് എൻ്റെ ഹൃദയത്തിലേക്ക് ഈശോയുടെ ഹൃദയത്തെ ഒട്ടിച്ചു വെച്ചിരിക്കുമ്പോൾ ഈശോ ഒരു കാര്യം എന്നോട് പറയും, എല്ലാ മക്കൾക്കും വേണ്ടി നിൻ്റെ ജീവിതം ഇന്ന് നീ പങ്കുവെച്ചു കൊടുക്കണമെന്ന്. ഈശോയുടെ തിരുഹൃദയം നമ്മെ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ വലിയൊരു സത്യം, പങ്കുവയ്ക്കലിൻ്റെ വലിയൊരു യാഥാർത്ഥ്യം. തന്നെ മുറിച്ചു നൽകി ഈശോയുടെ തിരുഹൃദയം പങ്കുവയ്ക്കാൻ ഇന്ന് എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പങ്കുവയ്ക്കലിൻ്റെ ചൈതന്യത്തിലേക്ക് തിരുഹൃദയം വിളിക്കുമ്പോൾ ഈശോയോട് പറ, ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ, എന്നെ അധിക്ഷേപിക്കുന്നവർക്കും എന്നെ നിന്ദിക്കുന്നവർക്കും എന്നെ വേണ്ടെന്ന് പറയുന്നവർക്കും എന്നെ കുറ്റപ്പെടുന്നവർക്കും എന്നെ തന്നെ ഒന്ന് പങ്കുവെച്ചു കൊടുക്കാൻ, എൻ്റെ സമയം കൊടുക്കാൻ, എൻ്റെ മനസ്സ് കൊടുക്കാൻ, എൻ്റെ ആരോഗ്യം കൊടുക്കാൻ പങ്കുവെക്കൽ ഒരു കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഇന്നേ ദിവസം ഓരോ മക്കൾക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ നാലാമത്തെ പ്രത്യേകത നാം കാണും യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ. യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ ഈശോയുടെ പരിശുദ്ധ ഹൃദയം നമുക്ക് തന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, മുറിച്ചാ തന്നത്, പിളർന്നു വെച്ചാ തന്നത്. അഭയം തന്ന ഒരു തിരുഹൃദയത്തെ കാണാൻ പറ്റും. സങ്കടങ്ങളിലും വേദനകളിലും ഓടിച്ചെല്ലുമ്പോൾ ഇരിക്കാൻ അഭയമായി തുറന്നു വെച്ചിരിക്കുന്ന ഒരു തിരുഹൃദയം. ആ തിരുഹൃദയത്തെയാണ് നാം യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. 19-ാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ ഹൃദയം കുത്തി പിളർക്കപ്പെടുന്ന നിമിഷങ്ങൾ നമ്മൾ കാണും. അവൻ്റെ പാർശ്വത്തിലേക്ക് കുന്തം കൊണ്ട് കുത്തുന്ന സമയത്ത് അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെടുന്ന വചനം എഴുതി വെച്ചിരിക്കുക. 34 മുതൽ വചനങ്ങളിൽ നാം കാണും. എന്നാൽ പടയാളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. തുറന്നു വെച്ച ഒരു ഹൃദയം, മുറിയപ്പെട്ട ഒരു ഹൃദയം, മുറിച്ചു തന്ന ഒരു ഹൃദയം, തുറന്നു വെച്ച ഒരു ഹൃദയം. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഹൃദയത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ നാലാമതായി എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ വരണം, എൻ്റെ ഈശോയുടെ ഹൃദയം വിശാലമായ ഹൃദയമായിരുന്നു. അടച്ചു വയ്ക്കാൻ അറിയത്തില്ലാത്ത ഹൃദയമായിരുന്നു. ആരുടെയും നേരെ ഈശോയുടെ ഹൃദയം അടഞ്ഞു പോയില്ല. വന്ന ഒരു വ്യക്തിയെപ്പോലും ആ ഹൃദയം അടച്ചു വെച്ചില്ല. കർത്താവ് പറഞ്ഞില്ലേ, എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരിക്കലും ഞാൻ തള്ളിക്കളയില്ല. യോഹന്നാൻ സുവിശേഷത്തിൽ ഈശോ അന്ത്യ പ്രഭാഷണ സമയത്ത് ഈശോ പറയും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരിക്കലും ഞാൻ തള്ളിക്കളയില്ല. അത് പറഞ്ഞത് ഹൃദയത്തിൽ നിന്നാണ് ഈശോ പറഞ്ഞത്. വരുന്നവർക്ക് അഭയമേകാൻ തുറന്നു വെച്ചിരിക്കുന്ന ഹൃദയം എനിക്കുണ്ടെന്ന് പറഞ്ഞ തമ്പുരാൻ കുരിശിലത് കാണിച്ചു തന്നു. പ്രിയപ്പെട്ടവരെ, ഹൃദയം ആർക്കും നേരെ അടയ്ക്കാത്ത ഈശോയുടെ തിരുഹൃദയ രൂപത്തിന് മുമ്പിൽ ഞാനും നിങ്ങളും കൈകൾ കുട്ടിപ്പിടിക്കുമ്പോൾ ആരുടെയും മുമ്പിൽ ഹൃദയം അടയ്ക്കാതിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഒരുപക്ഷെ ചില ജീവിതങ്ങൾ ഇഷ്ടപ്പെടാതെ വരുമ്പോൾ, ചില വ്യക്തികളെ ഉൾക്കൊള്ളാതെ വരുമ്പോൾ, ചില ബന്ധങ്ങളിൽ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും തോന്നാതെ വരുമ്പോൾ നാം അവർക്ക് നേരെ ഹൃദയം ഇങ്ങനെ അടച്ചു വയ്ക്കും. അവരെല്ലാം ഹൃദയത്തിന് പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് അടച്ചു വയ്ക്കും. അങ്ങനെ അടയ്ക്കപ്പെട്ട ഹൃദയങ്ങളുണ്ട് എങ്കിൽ തുറക്കപ്പെട്ട തിരുഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ആ തിരുഹൃദയം എന്നോട് നിങ്ങളോട് സംസാരിക്കും. ഒന്ന് തുറന്നു വെക്ക്, അവർക്ക് വേണ്ടി തുറക്ക്. ആർക്കും നേരെ അടയ്ക്കാത്തൊരു ഹൃദയം എനിക്കും തരാൻ പറ്റുമോ എന്ന് ഈശോയുടെ തിരുഹൃദയം നിന്നോട് ചോദിക്കുകയാ. കുരിശിൽ പിളർക്കപ്പെട്ട ഹൃദയം നിന്നെ നോക്കി ചോദിക്കും, ആർക്കെടുക്കും നേരെ അടയ്ക്കാത്തൊരു ഹൃദയം നിനക്കുണ്ടോ? അങ്ങനെയെങ്കിൽ നീ എൻ്റെ ഹൃദയത്തിൻ്റെ പുത്രിയാ, നീ എൻ്റെ ഹൃദയത്തിൻ്റെ പുത്രനാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയം നമുക്ക് തരുന്ന നാലാമത്തെ ഒരനുഗ്രഹവും ഒരാഹ്വാനവുമാണ് ഹൃദയം എല്ലാവർക്കും നേരെ തുറന്നു വയ്ക്കുക എന്നത്. എന്നാൽ ഈശോയുടെ തിരുഹൃദയത്തിന് മറ്റൊരു പ്രത്യേകത കൂടി തരുവാനുണ്ട്. മറ്റൊരു പ്രത്യേകത കൂടി നമുക്ക് തരും. അതാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം. 13-ാമത്തെ അധ്യായം 23-ാമത്തെ വചനത്തിൽ കാണുകയാണ്. എന്നെയും നിങ്ങളെയും
ഹൃദയ തുടിപ്പുകൾ ഒപ്പിയെടുക്കുന്ന, സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കുന്ന ഒരീശോ. ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അടുത്ത് ചെല്ലാൻ ഭയപ്പെടേണ്ടതില്ല എന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സ്നേഹത്തോടെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഹൃദയത്തിൻ്റെ തുടിപ്പുകളൊന്ന് ഒപ്പിയെടുക്കാൻ നമുക്ക് പറ്റിയിരുന്നെങ്കിൽ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം 23-ാമത്തെ വചനത്തിൽ ഇങ്ങനെ കാണുകയാണ്: ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവൻ്റെ വക്ഷസ്സിലേക്ക് ചാരിക്കിടന്നിരുന്നു. മനസ്സിൽ ഇങ്ങനെ ചേർത്ത് വയ്ക്കേണ്ട ഒരു ചിത്രം. യേശുവിൻ്റെ ഹൃദയത്തോട് ചാരിക്കിടന്ന വിശുദ്ധ യോഹന്നാൻ സ്നേഹ. യേശുവിൻ്റെ ഹൃദയം നിറയെ സ്നേഹമാണെന്ന് നമുക്കറിയാം. ആ സ്നേഹമാകുന്ന ചങ്കോട് ഇങ്ങനെ ചേർന്ന് കിടന്നപ്പോൾ യോഹന്നാൻ സ്നേഹയ്ക്ക് ഒരു പേര് കിട്ടി, സ്നേഹത്തിൻ്റെ സുവിശേഷം എഴുതിയ സ്നേഹത്തിൻ്റെ അപ്പസ്തോലൻ. സ്നേഹം മാത്രം പറഞ്ഞു കൊടുക്കുന്ന യോഹന്നാൻ സ്നേഹയെ അങ്ങനെ മാറ്റിയത് എങ്ങനെയാണ്? സ്നേഹത്തിൻ്റെ അപ്പസ്തോലൻ പേര് കിട്ടിയ യോഹന്നാൻ സ്നേഹയ്ക്ക് മാത്രമെങ്കിൽ അതിന് കാരണം എന്താ? കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ ഒപ്പിയെടുക്കാൻ യോഹന്നാൻ സ്നേഹയെ സ്വർഗം അനുവദിച്ചതുകൊണ്ടാണ്, ഈശോ അനുവദിച്ചതുകൊണ്ടാണ്. അവിടെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. മടുപ്പില്ലാതെ, ഇഷ്ടക്കേടില്ലാതെ സ്വാതന്ത്ര്യമെടുത്ത് അവൻ്റെ അടുക്കലേക്ക് ഓടിച്ചൊല്ലുന്നവർക്ക് അവൻ്റെ വക്ഷത്തിൽ ചാരിക്കിടക്കാനും ഹൃദയത്തുടിപ്പുകൾ ഒപ്പിയെടുക്കാനും പറ്റും. 12 ശിഷ്യന്മാരില്ലായിരുന്നു ഈശോയ്ക്ക്, എന്നിട്ട് യോഹന്നാൻ മാത്രമേ ചങ്കി ചാരിക്കിടന്നായി എഴുതി വെച്ചിട്ടുള്ളൂ. എന്താ കാരണം? യോഹന്നാൻ കൂടുതൽ സ്വാതന്ത്ര്യമെടുത്തപ്പോൾ ഹൃദയത്തുടിപ്പുകൾ ഒപ്പിയെടുക്കാൻ ഈശോ അവനെ അനുവദിച്ചു. പ്രിയപ്പെട്ടവരെ, എൻ്റെ കർത്താവിൻ്റെ അടുക്കലേക്ക് ഓടി ചെല്ലാൻ ഒരു ആഗ്രഹവും ആവേശവും ഒരു സ്വാതന്ത്ര്യവും നിനക്കുണ്ടെങ്കിൽ, നീ വിചാരിക്കുന്ന അപ്പുറത്തേക്ക് അവൻ്റെ ഹൃദയ നിധികളൊക്കെ നിനക്ക് സ്വന്തമാക്കാൻ സ്വർഗം കൃപ തരും. അതാണ് തിരുഹൃദയ തിരുനാൾ ദിവസം നമുക്ക് തരുന്ന മറ്റൊരു അനുഗ്രഹം. ഹൃദയത്തുടിപ്പുകൾ ഒപ്പിയെടുക്കാൻ വിളിക്കുന്ന ഒരു തിരുഹൃദയം ഇന്ന് എനിക്കും നിങ്ങൾക്കുമുണ്ട്. ആ തിരുഹൃദയത്തിന് മുമ്പിലേക്ക് ഓടിച്ചെല്ലണം. എനിക്ക് വേണ്ടി തുടിക്കുന്ന തുടിപ്പുകളൊന്ന് ഒപ്പിയെടുക്കണം. കാരണം പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ, അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം എൻ്റെ ഹൃദയം വേദനിക്കുക. എഫ്രായിമിൻ്റെ വത്സലപുത്രനല്ലേ, അവൻ്റെ ഓർമ്മ വരുമ്പോഴെല്ലാം എൻ്റെ ഹൃദയം തുടിക്കുകയാണ്. തുടിക്കുന്ന ഒരു ഹൃദയം. പഴയ നിയമത്തിൽ പിതാവിനെക്കുറിച്ച് വചനം, ദൈവത്തെക്കുറിച്ച്, തുടിക്കുന്ന ദൈവത്തെക്കുറിച്ച്, ഹൃദയം തുടിക്കുന്ന ദൈവത്തെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, പുതിയ നിയമത്തിൽ ഇതാ കൺമുമ്പിൽ യേശു ഹൃദയം തുറന്നു വെച്ചിരിക്കുകയാ. തുടിപ്പുകൾ തിരിച്ചറിയാൻ, ഒന്ന് ഓടിച്ചെല്ലാൻ. പാപത്തിൽ വീണു പോകുമ്പോൾ കരയുന്നൊരു ഹൃദയമാ അത്, സങ്കടപ്പെടുന്നൊരു ഹൃദയമാ. ഓടിച്ചെന്ന് ആ ഹൃദയ തുടിപ്പുകൾ, ത്രസിക്കുന്ന ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ ഒപ്പിയെടുക്കാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അഭയമേകുന്ന ഹൃദയത്തുടിപ്പുകൾ ഒപ്പിയെടുക്കുന്ന ആ തിരുഹൃദയത്തിന് മുമ്പിൽ കാത്തിരിക്കുന്ന തിരുഹൃദയത്തിന് മുമ്പിൽ ഞാനും നിങ്ങൾ നിൽക്കുമ്പോൾ ഒരു കാര്യം കൂടി ഈശോയോട് ചോദിക്കണം. അതാണ് നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹാ തിരുനാളിന് മുമ്പ് യേശു പറഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. കർത്താവിൻ്റെ സ്നേഹത്തിന് അവസാനം കുരിശോളം സ്നേഹിച്ചൊരു സ്നേഹം മുമ്പിൽ നിൽക്കുകയല്ലേ. അപ്പോൾ ഈശോയോട് പറയണം, ഈശോയെ, എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന നിന്നെ അധികം സ്നേഹിച്ച് സഹപ്രവർത്തകരെയും കൂടെയുള്ളവരെയും കണ്ടുമുട്ടുന്നവരെയും സ്നേഹത്തിൻ്റെ നീർച്ചാലുകൾ അവരിലേക്ക് ഒഴുക്കിക്കൊടുക്കാൻ, എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ സ്നേഹമുള്ള വ്യക്തിയായി മാറാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ തിരുഹൃദയം നമ്മുടെ ഏതാവശ്യങ്ങളും സാധിച്ചു തരും. ഈ തിരുഹൃദയത്തിൻ്റെ വലിയ സ്പർശനങ്ങൾ സ്വന്തമാക്കി അനേകം വിശുദ്ധരുണ്ട്. തിരുഹൃദയം തുടിക്കുന്നത് കണ്ടിട്ടുള്ള ഒരുപാട് വിശുദ്ധരുണ്ട്. തിരുഹൃദയത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച വിശുദ്ധരുണ്ട്. ഫൗസ്തീന പുണ്യവതിയൊക്കെ ഈശോയുടെ തിരുഹൃദയത്തെ സ്നേഹവും കരുണയും സ്വന്തമാക്കിയവരാ. കാത്തിരിക്കും തിരുഹൃദയം. നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മളെ കാത്തിരുന്ന് ഉറ്റുനോക്കുന്ന തിരുഹൃദയം. ആ തിരുഹൃദയത്തിൻ്റെ സ്നേഹം ചങ്കം നിറയെ ആസ്വദിക്കാൻ ഈ തിരുഹൃദയ തിരുനാൾ ദിവസം കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, തിരുഹൃദയ തിരുനാൾ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി പ്രാർത്ഥിക്കണം. ഏറ്റവും ശ്രേഷ്ഠം ഒരു നിയോഗം ഈ തിരുഹൃദയത്തിലേക്ക് ഇന്ന് എടുത്തു വയ്ക്കണം. ഈശോയോട് പറയണം, ഈശോയെ, നിൻ്റെ തിരുഹൃദയത്തിലേക്ക് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗം ഞാൻ സമർപ്പിക്കുക ഇന്നേ ദിവസം. ഇന്ന് തിരുഹൃദയത്തിന് സമ്മാനമായി എനിക്കത് സാധിച്ചു തരണം. ഇങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. ഈശോയുടെ തിരുഹൃദയത്തിനുള്ളിലേക്ക് നിൻ്റെ ഒരു നിയോഗം വെച്ചാൽ അത് തിരുഹൃദയത്തിനുള്ളിൽ നിൽക്കുന്ന രക്തം കൊണ്ട് പൊതിയപ്പെടും.
ചുറ്റും ആളിക്കത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കൊണ്ട് അത് പൊതിയപ്പെടും. അത് പൊതിയപ്പെട്ട് കഴിയുമ്പോൾ സ്വർഗപിതാവ് തിരുഹൃദയത്താൽ മുക്കപ്പെട്ട തിരുഹൃദയത്തിലിരിക്കുന്ന നിന്റെ ആവശ്യങ്ങൾ നിരസിക്കുകയില്ല. അങ്ങനെ കണ്ടാൽ സ്വർഗം ആ നിമിഷം ഉത്തരം തരും. നീ തിരുഹൃദയത്തെ സ്നേഹിച്ചുകൊണ്ട് നിന്റെ നിയോഗം അവൻ്റെ തിരുഹൃദയത്തിലേക്ക് ഇന്ന് ചേർത്ത് വെച്ചു. നിശ്ചയമായും ആ തിരുഹൃദയം നിനക്ക് വേണ്ടി പിതാവിൻ്റെ പക്കൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. നിന്റെ നിയോഗം ഏറ്റെടുത്തിരിക്കും. നിനക്ക് അത്ഭുതങ്ങൾ കാണുമാറ് അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. ഈശോയുടെ തിരുഹൃദയത്തെ ഒത്തിരി സ്നേഹിക്കാൻ, തിരുഹൃദയ സന്നിധിയിൽ പോയി അല്പനേരം ഇരിക്കാൻ, കൈകൾ കുട്ടിപ്പിടിക്കാൻ, അനേകർക്ക് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കാൻ കർത്താവ് ഇന്നേ ദിവസം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതിനുള്ള കൃപ ചോദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുഹൃദയ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. തിരുഹൃദയം നമ്മോടൊപ്പമായിരിക്കട്ടെ, നമ്മോടൊപ്പം ചരിക്കട്ടെ. നമുക്ക് തിരുഹൃദയത്തെ വിശ്രമിക്കാം.